അപ്പോൾ ഇനി കോട്ടമലയിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ കോട്ടമല ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇനിയിപ്പോൾ കോട്ടമലയിലോട്ടുള്ള ജീപ്പിൻ്റെയൊക്കെ ബഹളം നടക്കുന്ന സമയമാണ്. അതൊക്കെ നോക്കി വേണം പോകാൻ. ഇത് കണ്ടോ, ജീപ്പുകളൊക്കെ താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും പോവുകയാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം, അതുമാത്രമേ ഉള്ളൂ. സൂക്ഷിച്ചില്ല നമുക്കിട്ട് പണി കിട്ടും. പണി കിട്ടുക എന്ന് പറഞ്ഞാൽ മറ്റു പണിയൊന്നുമല്ല, നല്ല ഇറക്കവും കയറ്റവും ഒക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ കയറാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം പോകാൻ. അപ്പത്തെ നമ്മുടെ കാഴ്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. കോട്ടമല ലക്ഷ്യമാക്കി ഒരു ഇറങ്ങി ഞാനങ്ങ് പോവുകയാണ്. രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ്. കാരണം ഇനിയുള്ളത് അപാര കയറ്റങ്ങളും അപാര ഇറക്കങ്ങളും ഒക്കെയാണ്. നല്ലൊരു ചാട്ടമുണ്ട്. എനിക്ക് തോന്നുന്നു കൂടി ഇച്ചിരി ഇളകി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് പഞ്ചായത്ത് റോഡ് പോലത്തെ സംഭവമാണ്. അതുകൊണ്ട് നല്ല ചാട്ടം കാണും. എല്ലാവരും ഒന്ന് സഹകരിക്കുക. പിന്നെ സൈക്കിളിലുള്ള യാത്രയാണ്, സഡൻ ബ്രേക്ക് ഇടാൻ പറ്റുകയില്ല. പിന്നെ പുറകിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് ഉണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവുകയാണ്. കേരളത്തിൻ്റെ മലയോര മേഖല കണ്ട് 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 നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട കാടല്ല, ചപ്പിയോറുകളല്ല. നമ്മുടെ നാട്ടിലെ വഴികൾ വരെ കാട് പിടിച്ച് കിടക്കുകയാണ്. കാട്ടിൽ കൂടെ പോകുന്നതിൻ്റെ പ്രതീതി നമുക്ക് വഴികളിൽ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കാട്ടിൽ വരുമ്പം കാടായിട്ടല്ലേ കിടക്കത്തുള്ളൂ. പക്ഷെ നാടും കാട് പിടിച്ച് കിടക്കുന്നത് കാണുമ്പം വളരെ സങ്കടമുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവം തമ്പുരാൻ കാട്ടിലാണോ കിടന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും നമ്മൾ ചവിട്ടി ചവിട്ടി മുമ്പോട്ട് പോവുകയാണ്. സൈക്കിളിന് ഒരിക്കലും കാറ്റുകൂടി അടിക്കണം. അപ്പോൾ നമ്മുടെ യാത്രയിലെ കോട്ടമല എന്ന ലക്ഷ്യം നമ്മൾ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. എവിടെയില്ലാമോ എന്തെല്ലാമോ പൊട്ടിച്ചീറ്റുന്നുണ്ട്. എന്നാലും സാരമില്ല. ഇവിടുന്ന് ആ കോട്ടമലയുടെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാം. കോട്ടമലയുടെ അല്ല, കോട്ടമലയിലോട്ട് വരുന്നതിൻ്റെ ഒരു ദൃശ്യം ഇത് കണ്ടോ. നല്ല രസമുള്ള കാഴ്ചകളല്ലേ, നല്ല അടിപൊളി കാഴ്ചകൾ. ഇനി അങ്ങോട്ട് നല്ല പണിയാണ്, ഇറങ്ങി തള്ളേണ്ടി വരും. ഞാൻ ചവിട്ടി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് പണിയുണ്ട്. നമുക്ക് പണി എന്ന് പറഞ്ഞാൽ ഇറങ്ങിയേ പോകാൻ പറ്റൂ. അത് പോകുന്നത് തന്നെ വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ പണിയാണ്. പണി പാലും വെള്ളത്തിലാണ്. ടയറെങ്ങാനും പഞ്ചറായ തീർന്നു പണി. പക്ഷേ അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ പോകും, നമ്മൾ പതിയെ പതിയെ പോകും. പിന്നെ നമ്മുടെ റോഡുകളിൽ പ്രധാനമായിട്ടുള്ള ഈ മദ്യക്കുപ്പികൾ എറിഞ്ഞു പൊട്ടിച്ച് ചില്ലിടുന്ന പരിപാടി ഭയങ്കരം തന്നെയാണ് കേട്ടോ. ഞാൻ വന്ന സ്ഥലങ്ങളിൽ മുഴുവൻ കണ്ടു. ഒരു 10 മീറ്റർ 20 മീറ്ററിന് ഒരു കുപ്പിയേലും പൊട്ടിച്ചെതറി കിടക്കാത്ത സ്ഥലങ്ങളില്ല. ഈ മനുഷ്യന്മാരെന്നെ ഇങ്ങനെയെന്ന് എനിക്ക് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കുടിച്ചിട്ട് എവിടെയാലും ഒതുക്കി ആ കുപ്പി വെച്ചിട്ട് പോകത്തില്ല. ഈ റോഡിൽ എറിഞ്ഞ് പൊട്ടിക്കണോ? ഈക്കോയിൽ നിന്ന് വാഗമണ് കയറുന്നിടത്ത് മുഴുവൻ റോഡിൽ കുപ്പിച്ചില് മാത്രമേ ഉള്ളൂ. വല്ലാത്തൊരവസ്ഥ തന്നെയാണത്. നടന്നു വരുന്നവരുടെ കാലിലൊക്കെ കുത്തിക്കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്നേരം പറയും എല്ലാവരും ഇപ്പോൾ വണ്ടിയിലല്ലേ. വണ്ടിയില്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ. വണ്ടിയെ മാത്രമേ ആൾക്കാർ യാത്ര ചെയ്യുന്നുള്ളൂ. ആ, അപ്പൊ ഇതില് എങ്ങനെ പോകാനാ പ്ലാന്? നമുക്കങ്ങനെ പ്ലാനൊന്നുമില്ല. എന്തോ ആയിക്കോട്ടെ, ഞാനിങ്ങോട്ട് ഒതുക്കി വെക്കാം. പട്ടിക്കുഞ്ഞിപ്പോൾ ഉറക്കമായിരിക്കും.
വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ, അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. കോടമഞ്ഞും മഴക്കാറും ഒക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എവിടെയെങ്കിലും സ്റ്റേ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അതിന് മുകളിലൊക്കെ ഹോം സ്റ്റേകളും ഒക്കെ കാണാൻ പറ്റും. ആ വഴി കയറിപ്പോയാൽ ആ മലയുടെ മുകളിലായിട്ട് കാണുന്നത് ഒരു അമ്പലമാണ്. ഏറ്റവും മുകളിൽ ഒരാശ്രമവും അമ്പലവും ഒക്കെയാണ്. അവിടെയും അതിൻ്റെ താഴ്വാരത്ത് മുഴുവൻ റിസോർട്ടുകളാണ്. നമുക്ക് കാണാം, ഇതാ റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാം. അത് വാഗമണ്ണിൽ നിന്ന് മറ്റൊരു വഴിയിലൂടെ കയറി വരുമ്പോഴാണ് നമുക്ക് ആ റിസോർട്ടിലോട്ട് എത്താൻ പറ്റുക. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴികളൊന്നുമില്ല. ഇതൊക്കെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അവിടെയൊക്കെ തേയില തൊഴിലാളികൾ തേയില നുള്ളുന്നുണ്ട്, തോട്ടം തൊഴിലാളികൾ. ഇവിടെയെല്ലാം പ്ലാന്റേഷൻ ഇല്ല, ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. പ്ലാന്റേഷൻ എല്ലാം നിന്ന് പോയതാണെന്ന് തോന്നുന്നു, അതോ അത് തെളിക്കാത്താണോ എന്നറിയില്ല. നമ്മുടെ കുഞ്ഞിയും വണ്ടി ഇവിടെ ഇരിക്കുകയാണ്. കുഞ്ഞി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. തണുപ്പുള്ളതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ആ തോർത്തെടുത്ത് സൈഡിലോട്ട് ഇടാമെന്ന് വെച്ച്. അപ്പോൾ അവൾക്ക് കാറ്റടിക്കുന്നതിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇതെല്ലാം കാടാണ്, ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് വൈബടിക്കാൻ പറ്റിയ സ്ഥലമാണ് കോട്ടമല. എല്ലാവർക്കും അറിയാം, കോട്ടമലയ്ക്ക് നമ്മൾ ഈ വഴി കയറി പോയാലും അവിടെ ധാരാളം ഹോം സ്റ്റേയും റിസോർട്ടും ഒക്കെ ഉണ്ട്. ഇത്ര ഏരിയ നല്ല വൈബടിച്ച് പോകാവുന്ന ഏരിയയാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ ഫുള്ള് കോടയായിരിക്കും ഈ ഏരിയ മുഴുവൻ. ഞാൻ മുമ്പ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ളതാണ് ഈ ഭാഗത്ത്, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഈ വഴിക്ക് കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര പതിയെ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോഴത്തെ കോട്ടമലയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ വന്നത്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഇറങ്ങി വന്നത്. ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ ഈ താഴെ എത്തുകയാണ് ഉണ്ടായത്. താഴെ കോട്ടമലയുടെ മറ്റൊരു ഭാഗമാണിത്. ആ ചെടികളൊക്കെ കാണുന്ന, ആ മരമൊക്കെ കാണുന്ന സ്ഥലത്ത് ലയങ്ങളാണ്. ഇവിടെ ഈ തോട്ടത്തിൽ പണിയുന്ന ആളുകളുടെ വീടുകളാണത്. അതുപോലെ തന്നെ താഴെ തൊഴിലാളികൾ കൊളുന്തെടുക്കുന്നത് കാണാം. എല്ലായിടത്തും കൊളുന്തുകളില്ല, പക്ഷേ ഒറ്റപ്പെട്ടുള്ള കൃഷി രീതിയാണിപ്പോൾ. കാരണം മുഴുവൻ കാട് കയറി. മുകളിൽ നമുക്ക് അതുപോലെ തന്നെ ലയങ്ങൾ കാണാൻ പറ്റും. ലയങ്ങളും റിസോർട്ടുകളും ഒക്കെ കാണാൻ പറ്റും. അങ്ങോട്ടുള്ള കുത്തനെയുള്ള വഴികളാണ്. ഇതുപോലുള്ള ചെടികൾ നിൽക്കുന്നതിൻ്റെ സമീപം മുഴുവൻ ലയങ്ങളായിരിക്കും. അവർ ആ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. പണ്ട് കാലത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളാണത്. അപ്പോഴത്തെ ഇതൊരു ചതുപ്പ് ഏരിയയാണ്. ഈ ചതുപ്പ് ഏരിയയിലാണ്, ചതുപ്പ് ഏരിയയിൽ വെള്ളം ഒഴുകി പോകുന്ന ഭാഗമാണിത്. രണ്ട് മലകളുടെ താഴ്വാരമാണ്. അപ്പോൾ ആ ചതുപ്പിൽ ഈ തഴകൾ നിൽക്കുന്ന ഭാഗം നമ്മൾ കണ്ടാൽ അന്നേരം വിചാരിച്ചോളുക അവിടെ വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിപ്പോയാൽ വെള്ളം കിട്ടും. പക്ഷേ സൂക്ഷിക്കണം, ഇഴജന്തുക്കൾ ധാരാളം കാണും. കാട് ഏരിയയാണ്, വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. അതുപോലെ തന്നെ ആ പ്രദേശത്ത് മുഴുവൻ തോട്ടപ്പുഴുവായിരിക്കും. നമ്മൾ കയ്യിൽ ഉപ്പ് കരുതിയിട്ട് പോയാൽ, ഒരു കിഴി കെട്ടി ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ തോട്ടപ്പുഴുവിനെ നമുക്ക് തുരത്താൻ പറ്റും. അപ്പോൾ വലിച്ചു കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. അതല്ല, അവ രക്തം കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതാ ഇവിടുന്ന് ഫാക്ടറികളിലോട്ട് പോകുന്ന ലൈനാണ് ഈ പോകുന്നത്. അപ്പോഴത്തെ കുഞ്ഞി ഒരു മഴച്ചാറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ തിരിഞ്ഞു കിടന്ന് ഇനിയിപ്പം തുണിയൊക്കെ ലെവൽ ചെയ്തിട്ടിട്ട് പഴയ കുഞ്ഞിനെയായിട്ട് നമുക്ക് കോട്ടമലയിലേക്ക് പോകാം. എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാനുള്ള സ്ഥലം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. മഴച്ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ കോട ഇറങ്ങുമെന്നാണ് അതിൻ്റെ ഒരു നിഗമനം. അപ്പം നമ്മൾ കോട വരുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും ഒന്ന് കയറാമെന്ന് വെക്കാം. അപ്പം നേരെ വിട്ടേക്കാം. അപ്പോൾ ഇടുക്കി ജില്ലയുടെ മനോഹാരിതയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇതാ കോട്ടമലയുടെ ഒരു ഭാഗത്താണ് ഞാനുള്ളത്. താഴെ ഈ വഴിയാണ് ചുറ്റി വളഞ്ഞ് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാം, ചെറിയ കറുത്ത വരകൾ പോലെ കാണുന്നത് ഈ വഴിയാണ്. അതിങ്ങനെ ചുറ്റിക്കറങ്ങി ഇനി കയറ്റം കയറി വേണം ഞാൻ പോകാൻ. അങ്ങറ്റത്ത് ആ കാട് പോലെ കാണുന്ന പ്രദേശത്തൂടെയാണ് ആ വഴി ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നത്. അത് കയറി അടുത്ത മലയിൽ കയറി അങ്ങനെ നമ്മൾ ഉപ്പുതറ ഭാഗത്തേക്ക് എത്തണം. അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും പള്ളിയിൽ നമുക്ക് എത്തിച്ചേരാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയാലും തന്നെ ഏകദേശം ഞാനീ നിൽക്കുന്നിടവും അപ്പുറത്തെ മലയുമായിട്ട് ഏകദേശം 5 കിലോമീറ്ററോളം ഉണ്ട്. അത് ചുറ്റിക്കറങ്ങി വേണം നമുക്ക് കയറിപ്പോകാൻ. പണ്ടിവിടം നിറയെ തേയിലത്തോട്ടങ്ങളായിരുന്നു. പക്ഷേ കാലക്രമേണ തേയിലത്തോട്ടങ്ങളൊക്കെ മുതലാളിമാർ ഉപേക്ഷിച്ചതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ തൊഴിലാളികൾ തന്നെ അവരുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രം അവർ താമസിക്കുന്ന ലയത്തിന് സമീപമുള്ള തേയിലകളൊക്കെ സംരക്ഷിച്ച് അതിൻ്റെ കൊളുന്തൊക്കെ നുള്ളി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്.
കേരളത്തിൽ തന്നെയാണ് ഇതുപോലുള്ള അവസ്ഥകൾ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥകളെപ്പറ്റി ഒരുപാടിങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷേ തൊഴിൽ മേഖലയിലെ ബുദ്ധിമുട്ടുകൾ, ഓരോ തോട്ടമൊക്കെ അടച്ചു പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കാണുന്നത്. കൂടുതലും തമിഴ് വംശജരായ തോട്ടം തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ നമ്മുടെ ആളുകളുമുണ്ട്, മലയാളികളായ ആളുകളുമുണ്ട്. എന്നാലും അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ജോലികളിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നതിന് മുകളിലായിട്ട്, ഈ വാഴ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് ഒരു അമ്പലമാണ്. അവിടെ ഗേറ്റെല്ലാം അടച്ചു കിടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ കുഞ്ഞി ഇവിടെ ഇപ്പോൾ ഒന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. വെയിൽ തെളിഞ്ഞ് മുമ്പേ ഒരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. ആ മഴയൊക്കെ കഴിഞ്ഞ് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം. ഒരു ചെറിയ അമ്പലമാണ്. തമിഴ് സംസ്കാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. കൂടുതലും നമ്മൾ കിഴക്കൻ മേഖലയിലേക്ക്, അതായത് നമ്മുടെ വാഗമണ്ണ് തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ഏരിയയിലേക്ക്, നമുക്ക് തോട്ടം മേഖലയിലെല്ലാം കാണാൻ സാധിക്കുന്ന തമിഴ് വംശജരായ ആളുകൾ പണ്ട് കാലത്ത് വന്ന് അവർ തോട്ടം മേഖലയിൽ ജോലി ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് അവരുടെ ആ രീതിക്കാണ് ഇവിടുത്തെ അമ്പലങ്ങൾ എല്ലാം ഉള്ളത്. പ്രതിഷ്ഠകളും കാര്യങ്ങളും ആ ശില്പങ്ങളും എല്ലാം ആ തമിഴിൻ്റെ ഒരു ഛായയാണ് എല്ലാത്തിനും ഉള്ളത്. ഇതാ ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങൊക്കെയാണ്. താമസിയാതെ തന്നെ ഉത്സവമൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഒരു ചാരുത നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ മെയിൻ്റനൻസ് പണിക്കായിട്ട് തട്ടൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. ചെറിയൊരു അമ്പലം, പക്ഷേ അതിലവരുടെ ദേവതകളും ദേവന്മാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലം, ഒരു കമാനം. അത് ഇത് കണ്ടോ, ഈ മലനിരകളുടെ മുകളിലാണ് നിൽക്കുന്നത്. ഈ മലനിരകൾക്ക് ഒരു അഭിമുഖമായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. കൊളയട്ടയൊക്കെ കയറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതൊക്കെയാലും നമ്മൾ താഴോട്ട് പോവുകയാണ്. ഏകദേശം 2-3 കിലോമീറ്റർ നമുക്ക് താഴേക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അട്ട കയറിയ പോലെ തോന്നുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം വരുന്നിടത്തെല്ലാം അട്ടകൾ കാണും. അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പതിയെ ഇറങ്ങിപ്പോവുകയാണ്. നല്ല ഇറക്കമാണ്. 2 മലയോളം നമുക്ക് ഇപ്പോൾ ഇറങ്ങാനുണ്ട്. ഞാനിപ്പോൾ തൊപ്പിയൊക്കെ മാറ്റി, കാരണം അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു നദി ഒഴുകുന്നതാണ്, ഒരു ചെറിയ പുഴ. നമ്മളിപ്പോൾ വെള്ളമെടുത്ത സ്ഥലത്തു നിന്നൊക്കെയുള്ള വെള്ളം ഒഴുകി വരുന്നത് ഇതിൻ്റെ അകത്തോട്ടാണ്. ഇതുണ്ടോ, ഇതൊക്കെ പഴയ പ്ലാന്റേഷനായിരുന്നു. അതിൽ വെള്ളം അടിക്കുന്ന പമ്പിൻ്റെ ഓസൊക്കെ കിടക്കുന്ന കാണാം. ഈ പ്ലാന്റേഷനൊക്കെ നിന്നുപോയി. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഇത് നടക്കുന്നുണ്ട്. നമ്മളിനി കയറി പോകേണ്ടത് ആ മലയുടെ മുകളിൽ കൂടിയാണ്. ഇനി അങ്ങോട്ട് മുഴുവൻ തള്ളലാണ്. പിന്നെ ഇവിടുന്ന് ഇത്രയും നമ്മൾ ഇറങ്ങി ആ പ്രദേശത്തിൻ്റെ അവിടെ കാണുന്ന അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഈ കാണുന്ന ഒരു പാല പോലത്തെ മരം നിൽക്കുന്ന ആ ഇടയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഈ മലയെ ചുറ്റി നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. കോട്ടമലയുടെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കോട്ടമലയുടെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇതാ റോസ് കളറുള്ള ആ ചെടി പൂക്കളുമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ പൂക്കാലമാണ് ഇവിടെ. ഇതൊക്കെ പൂക്കൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതിൽ കായെല്ലാം ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിതാ കോട്ടമലയുടെ മുകളിലേക്ക് കയറുകയാണ്. ഇനി മുകളിൽ കയറി താഴോട്ടിറങ്ങി ഇനി അടുത്ത മലയിലെ മുകളിൽ കയറി നമ്മളിനി ഉപ്പുതറ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുവരെ എത്താൻ പറ്റില്ല. അതിനു മുമ്പ് എവിടെയെങ്കിലും നമുക്ക് ഇന്ന് കിടക്കാനുള്ളൊരു സൗകര്യം തരപ്പെടുത്തണം. അതുപോലെ തന്നെ കാലിൽ ധാരാളം അട്ട കടിച്ചായിരുന്നു. അതിനെയൊക്കെ പിറക്കി കളഞ്ഞ്, എങ്കിലും കുഴപ്പമില്ല, ചോരയൊന്നും ഒലിക്കുന്നില്ല. ഇനി വല്ലവരും കടിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ഉണ്ട്. അപ്പോൾ ഉണ്ട്. കടിച്ചിരിക്കുന്നവരെ കാണിക്കാം. ഇത് കണ്ടോ, ഒരാൾ കടിക്കാൻ വേണ്ടി കയറി വരികയാണ്. കണ്ടോ, കാലിൽ കയറി വരുന്നുണ്ടോ. നമ്മളിങ്ങനെ ഗ്ലൗസിന് പതിയെ തോണ്ടി ദൂരോട്ട് കളയും. അവൻ ചത്തുപോയി. ഗ്ലൗസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്.
പിന്നെ ഈ ചെരുപ്പ് ഇങ്ങനെ ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ അകത്തേ ഇരിക്കുന്നവരെല്ലാം ഇറങ്ങിപ്പോവും. ഇനി ഈ കാലെല്ലാം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതാ വെള്ളം എടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്കിട്ട് കിട്ടിയത് പണിയാണ്. മേളി വല്ലൊരു ഇരിപ്പുണ്ടോ? ഇല്ല, ആരുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നോക്കട്ടെ. ഈ കാലയിൽ ആരും കയറിയില്ല. ഇന്നലെ കടിച്ചവരൊക്കെയേ ഉള്ളൂ. കാല നിറച്ച് ചോരയുണ്ട്. അതിങ്ങനെ ഉരയുമ്പോഴത്തേനും ചെരുപ്പിട്ട് ഉരയുമ്പോഴത്തേനും പതിയെ ചോര പിന്നെയും പൊടിയുന്നതാണ്. ഇതുണ്ട്, ഇന്ന് കടിച്ചവൻ്റെ ചോര കണ്ടോ? ഇന്ന് കടിച്ചവനാണ്. ഇനിയിപ്പം നാളെ ഇച്ചിരി ഉപ്പ് വാങ്ങിക്കണം. നമ്മളിൽ പിടിക്കുന്ന ഉപ്പ് നമുക്ക് കുക്കിങ്ങിനേ ഉള്ളൂ. ആഹാ, ആശാൻ പോകുന്ന കണ്ടോ? കണ്ടോ? ഇപ്പോൾ കൊട്ടിയപ്പോഴത്തേനും പോകുന്ന ആശാനെ കണ്ടോ? കണ്ടോ? എവിടെയാടാ നീങ്ങി പോകുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ ചവിട്ടി പിടിക്കുമ്പോൾ എൻ്റെ ഓ പോസിറ്റീവ് ബ്ലഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഓ പോസിറ്റീവ് ബ്ലഡ്. അതാണ് തോട്ടപ്പുഴു. നമുക്കിതിനെ പേടിയില്ലാത്തതിന് കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ മലയോര മേഖലയിലൂടെ നടക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സാധനം കടിച്ചാൽ ഇത്രേ വരാനുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മഴക്കാലത്ത് കൂടുതലും നമ്മൾ പുല്ലിൽ ചവിട്ടരുത്. ഇവിടെ വന്ന് പുല്ലിൽ വെള്ളം ചാടുന്നിടത്ത് ഒക്കെയാണ് ഇവരുടെ ആവാസ കേന്ദ്രം. അവർ പശുക്കളെയൊക്കെയാണ് കൂടുതലും പശുക്കളുടെ ദേഹത്തൊക്കെയാണ് ഇവർ കയറുന്നത്. ഇത് കണ്ടോ? ഇതുപോലുള്ള വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ തന്നെ ഇരുമ്പ് തുരുമ്പായി ഇറങ്ങി വരുന്നു. ഇവിടെയൊക്കെ പാമ്പുകളൊക്കെ കാണും ഇഷ്ടം പോലെ. അതുകൊണ്ട് നമുക്കൊന്നും ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ? ഈ ഏരിയയിൽ കൂടെ ഈ നദി ഇങ്ങനെ, നദിയല്ല, ചെറിയൊരു ചാല്, ഒരു തോട് ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാന ഭാഗം നമ്മുടെ ഉപ്പുതറയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ മലനിരകളെ എല്ലാം തഴുകി ഒരു കാറ്റ് വരുന്നുണ്ട്. ആ കാറ്റിൻ്റെ ഇതുണ്ടോ? നല്ല കാറ്റായി. അപ്പോൾ ഇനിയിപ്പം വെയിലായി കഴിഞ്ഞാൽ നല്ല കാറ്റാവും. കാരണം ചൂട് കയറുമ്പോഴത്തേനും കാറ്റ് വരും. അത് കാലാവസ്ഥയുടെ ഇതാണ്. അപ്പം നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ട് തള്ളാനാണുള്ളത്. ഉച്ച നേരത്ത് തള്ളിക്കഴിഞ്ഞാൽ നല്ല ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും. അപ്പോൾ ആ എനർജി ആർജിക്കുന്നതിനായിട്ട് ഞാൻ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. Audio Jungle.